ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഈ ഹൈക്കോടതിയിലെ ന്യായാധിപനായ യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും കെട്ടുകണക്കിന് നോട്ടുകൾ കണ്ടെത്തി എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. തീ അണയ്ക്കാനെത്തിയ അഗ്നിശമന സേന നോട്ടുകെട്ടുകൾ കണ്ടെത്തി എന്ന വാർത്ത പിറ്റേ ദിവസം ഈ സേനയുടെ തലവൻ നിഷേധിച്ചു. എന്നാൽ കത്തിക്കരിഞ്ഞ നോട്ടുകൾ കണ്ടെത്തി എന്ന് വീണ്ടും വാർത്തകൾ വന്നു. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണത്തിന് ഉത്തരവ് നൽകുകയും യശ്വന്ത് വർമ്മയോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു. താനും കുടുംബവും താമസിക്കുന്നത് നോട്ടുകെട്ടുകൾ കിട്ടി എന്ന് പറയുന്ന ഭാഗത്തല്ലെന്നും അവിടെ തങ്ങൾ ഒന്നും തന്നെ സൂക്ഷിച്ചിട്ടില്ല എന്നുമാണ് ന്യായാധിപന്റെ വിശദീകരണം. തലസ്ഥാന നഗരിയിൽ ഒരു ഹൈക്കോടതി ന്യായാധിപന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളിൽ പരസ്പര വിരുദ്ധമായ വാർത്തകൾ ഇടം പിടിക്കുന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വീഴ്ചയാണ്. കനേഡിയൻ പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ ജനവിധി തേടാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചു. സെപ്റ്റംബർ വരെ കാലാവധി ഉണ്ടായിരുന്ന പാർലമെന്റ് പിരിച്ചുവിട്ട് ഏപ്രിൽ 28-നാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ജനപിന്തുണ കുറഞ്ഞതിനെ തുടർന്നാണ് ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചത്. ഇതേ തുടർന്ന് പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരം ഏറ്റെടുത്തത് കഴിഞ്ഞ മാസത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ നേരിടാൻ കൂടുതൽ ജനപിന്തുണ ആർജിക്കാനാണ് കാലാവധിക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഒരു സ്വതന്ത്ര രാജ്യം എന്ന നിലയിൽ നിന്നും കാനഡ അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമാകാനാണ് ട്രംപിൻ്റെ ഉപദേശം. ഈ മാറ്റത്തോടെ താരിഫ് വർധനവിനെ കുറിച്ചുള്ള ആശങ്കകൾ അവസാനിപ്പിക്കാം എന്നാണ് ട്രംപ് പറയുന്നത്. ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയും പ്രധാന പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും ട്രംപിനെതിരാണ്. അമേരിക്കയെ നേരിടുന്നതിൽ പരാജയപ്പെട്ടു എന്നതായിരുന്നു പഴയ പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ വിമർശനം. അമേരിക്കയുടെയും റഷ്യയുടെയും പ്രതിനിധികൾ ചൊവ്വാഴ്ച സൗദി അറേബ്യയിൽ വെച്ച് ചർച്ചകൾ നടത്തി. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു ചർച്ചകൾ. 30 ദിവസത്തെ വെടിനിർത്തലിന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി മുൻപോട്ട് വച്ച നിർദ്ദേശങ്ങളാണ് ചർച്ച ചെയ്തത്. മനുഷ്യനെ കൊന്നൊടുക്കുന്ന യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്ന നിലപാടിലാണ് റഷ്യയും അമേരിക്കയും. കരിങ്കടലിലെ യുദ്ധം അവസാനിപ്പിക്കുകയും ചരക്കു ഗതാഗതം സുരക്ഷിതമാക്കുകയും ചെയ്യണം എന്ന നിർദ്ദേശം ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഈ കടലിലൂടെയാണ് റഷ്യയുടെ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും യൂറോപ്പിൽ എത്തുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഈ വഴിയുള്ള ചരക്കു ഗതാഗതം പൂർണ്ണമായും നിലച്ചു. യുദ്ധത്തെ തുടർന്ന് റഷ്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ലോക കമ്പോളത്തിൽ പ്രവേശിക്കുന്നത് അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് നിരോധിച്ചിരിക്കുകയാണ്. ഈ നിരോധനം പിൻവലിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് രണ്ടും റഷ്യയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങളാണ്. ഇതിനെ അംഗീകരിക്കില്ല എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പ്രതികരിച്ചത്. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യമനിലെ വിമതന്മാരായ ഹൗദികൾ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയത്.
പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിരുന്നു ഈ നടപടി. സുയസ് കനാൽ കേന്ദ്രീകരിച്ച് ഹൗതികൾ നടത്തിയ ആക്രമണത്തിൻ്റെ ഫലമായി ചരക്ക് ഗതാഗതം തടസ്സപ്പെടുകയും ഒട്ടുമിക്ക കപ്പലുകളും ഈ ജലപാത ഉപേക്ഷിക്കുകയും ചെയ്തു. ഫ്രാൻസും ഇംഗ്ലണ്ടും അമേരിക്കയും ചേർന്ന് ഈ ആക്രമണത്തെ അടിച്ചമർത്തി. ഹമാസും ഇസ്രയേലും ചേർന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഹൗതികളുടെ ആക്രമണം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചു. എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾ മുടങ്ങിയതോടെ ഹൗതികൾ വീണ്ടും ഭീഷണി മുഴക്കി. ഹൗതികൾക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടാണ് അമേരിക്ക പ്രതികരിച്ചത്. സുയസ് കനാൽ വഴി അമേരിക്ക നടത്തുന്ന വ്യാപാരം വളരെ ചെറുതാണ്. എന്നാൽ യൂറോപ്പിൻ്റെ വ്യാപാരത്തിൽ ഏറിയ പങ്കും നടക്കുന്നത് ഇതുവഴിയാണ്. തന്മൂലം സുയസ് വഴിയുള്ള ജലപാതയുടെ സംരക്ഷണം യൂറോപ്പ് ഏറ്റെടുക്കണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഗാസയുടെ പല പ്രദേശങ്ങളിലും ഹമാസിനെതിരെ ബുധനാഴ്ച വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി. 2006 തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്നാണ് പാലസ്തീൻ അതോറിറ്റിയിൽ നിന്നും ഹമാസ് ഗാസയുടെ ഭരണം പിടിച്ചെടുത്തത്. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ യുദ്ധത്തിൽ 50,000 പേരെങ്കിലും ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. യുദ്ധം മൂലം തകർന്ന ഗാസ നിവാസികളുടെ ഏക ആശ്രയം ഐക്യരാഷ്ട്രസഭ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ്. ഭക്ഷണം, അത്യാവശ്യ മരുന്നുകൾ, വസ്ത്രം തുടങ്ങിയവ വിതരണം ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളാണ്. എന്നാൽ ബന്ദികളുടെ മോചനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങൾ ഗാസയിൽ പ്രവേശിക്കാൻ ഇസ്രായേലി പട്ടാളക്കാർ അനുവദിക്കുന്നില്ല. വാഹനങ്ങൾ തടഞ്ഞതിനെ തുടർന്ന് ഗാസ നിവാസികളുടെ ജീവിതം വലിയ ദുരിതത്തിലായി. ഈ സാഹചര്യത്തിലാണ് ദൈവത്തെ ഓർത്ത് ഗാസ വിട്ടുപോവുക എന്ന് ഹമാസിനോട് അഭ്യർത്ഥിക്കുന്ന മുദ്രാവാക്യങ്ങളുമായി പാലസ്തീൻ ജനത തെരുവിലിറങ്ങിയത്. ചർച്ചകൾക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്ത് ലഭിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചു. കത്തിലെ ഉള്ളടക്കം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് മാധ്യമങ്ങളുമായി പങ്കുവച്ചു. പ്രസിഡന്റ് സമാധാനം ആഗ്രഹിക്കുന്നു. സൈനിക നടപടിയിലൂടെ അല്ല, ചർച്ചകളിലൂടെ സമാധാനം സ്ഥാപിക്കാം. ആണവ നിലയങ്ങളുടെ പരിശോധന വീണ്ടും തുടങ്ങാം. ഇതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. എന്നാൽ ഭീഷണിയുടെ സ്വരത്തിലുള്ളതാണ് കത്ത് എന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. 2 മാസത്തെ സമയമാണ് ട്രംപ് അനുവദിച്ചിരിക്കുന്നത്. ഈ സമയപരിധി പാലിച്ചില്ലെങ്കിൽ സൈന്യത്തെ നേരിടാനാണ് നിർദ്ദേശം. കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് പ്രസിഡന്റ് ആയപ്പോഴാണ് 2015 ഇറാനുമായി ഉണ്ടാക്കിയ കരാറിൽ നിന്നും അമേരിക്ക പിന്മാറിയത്. വാഷിംഗ്ടണിൽ ചർച്ചയ്ക്കെത്തിയ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് വളരെ മോശമായിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടങ്ങുന്ന സംഘം പെരുമാറിയത്. സഖ്യകക്ഷിയായ ഉക്രൈൻ ഉണ്ടായ ഈ അനുഭവം തങ്ങൾക്കും ഉണ്ടാകും എന്നാണ് ഇറാൻ ഭയപ്പെടുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ അംബാസിഡറായിരുന്ന ഇബ്രാഹിം റസൂലിനെ അനഭിമതനായ വ്യക്തിയായി പ്രഖ്യാപിക്കുകയും അമേരിക്ക വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു സെമിനാറിൽ ഈ അംബാസിഡർ അവതരിപ്പിച്ച പ്രബന്ധത്തിൻ്റെ പേരിലാണ് ഈ നടപടി എന്നാണ് പുറത്താക്കാനുള്ള ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ ശത്രുക്കളായ ഹമാസിനെയും ഇറാനെയും പിന്തുണയ്ക്കുന്നു എന്നതാണ് ഒരു കുറ്റം. അമേരിക്കയിൽ വെള്ളക്കാരുടെ എണ്ണം അധികം താമസിയാതെ ജനസംഖ്യയുടെ 50% കുറയും എന്ന് പറഞ്ഞതാണ് മറ്റൊരു കുറ്റം. ഗാസയിൽ നടത്തുന്ന വംശഹത്യയുടെ പേരിൽ
ഇസ്രായേലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സൗത്ത് ആഫ്രിക്ക ഹർജി നൽകിയതാണ് ഈ പുറത്താക്കലിനുള്ള യഥാർത്ഥ കാരണം. പുറത്താക്കലിനെ സാധാരണഗതിയിൽ അധിക്ഷേപമായിട്ടാണ് നയതന്ത്ര വൃത്തങ്ങൾ കാണുന്നത്. തന്നെ പുറത്താക്കിയ നടപടിയെ ഒരു കീർത്തിമുദ്രയായി കാണുന്നു എന്നാണ് ഇബ്രാഹിം റസൂൽ പ്രതികരിച്ചത്. അമേരിക്കയുടെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷന്റെ 2024 വാർഷിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ലോകത്തുടനീളം മതസ്വാതന്ത്ര്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനും പ്രസിഡന്റിന് ശുപാർശകൾ സമർപ്പിക്കാനും വേണ്ടി 1998 അമേരിക്ക ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ചത്. ഈ ശുപാർശകൾ പ്രസിഡന്റിന് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. മതസ്വാതന്ത്ര്യം ഇന്ത്യയിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. തന്നെയുമല്ല, ഇതിൻ്റെ പേരിൽ ഉപരോധം ഏർപ്പെടുത്താനും ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രാജ്യങ്ങളുടെ പട്ടികയിലാണ് കമ്മീഷൻ നമ്മുടെ രാജ്യത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം നിഗമനങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ ബോധത്തെയും മതേതര സങ്കല്പത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢനീക്കമായിട്ടാണ് ഈ റിപ്പോർട്ടിനെ വിദേശകാര്യ വകുപ്പ് വിലയിരുത്തുന്നത്. മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ-ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അംഗീകരിക്കാൻ കഴിയാത്ത നിർദ്ദേശങ്ങളാണ് റഷ്യ മുമ്പോട്ട് വയ്ക്കുന്നത് എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പരാതിപ്പെടുന്നത്. തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി ട്രംപ് ഫലപ്രദമായി ഇടപെടുന്നില്ല എന്ന പരാതിയും സെലൻസ്കിക്കുണ്ട്. യുദ്ധത്തിൻ്റെ ഫലമായി റഷ്യ ഉത്തര കൊറിയ ബന്ധങ്ങൾ ശക്തമാകുന്നു എന്നാണ് ദക്ഷിണ കൊറിയ കണ്ടെത്തിയിരിക്കുന്നത്. 11,000 സൈനികരെ ഇതിനകം ഉത്തര കൊറിയ റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ട്. ഉത്തര കൊറിയൻ ആയുധങ്ങളും റഷ്യയ്ക്ക് ലഭിക്കുന്നുണ്ട്. മറ്റു ലോകരാഷ്ട്രങ്ങളുമായി അകലം പാലിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഉത്തര കൊറിയ. പല ആയുധങ്ങളും നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ റഷ്യ ഉത്തര കൊറിയയ്ക്ക് കൈമാറുമെന്നാണ് അയൽരാജ്യമായ ദക്ഷിണ കൊറിയ ഭയപ്പെടുന്നത്. ചില പ്രദേശങ്ങളെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നല്ലാതെ ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിന് റഷ്യ തയ്യാറായിട്ടില്ല. ഫ്രാൻസിലെ നാഷണൽ റാലി പാർട്ടിയുടെ നേതാവായ ജോർദാൻ ബർദേല വ്യാഴാഴ്ച ജെറൂസലേമിൽ നടന്ന ഒരു ചടങ്ങിൽ മുഖ്യ പ്രഭാഷകനായിരുന്നു. നാസ്തികൾ സ്ഥാപിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പുതിയ രൂപമാണ് ജോർദാൻ ബർദേലായുടെ നാഷണൽ റാലി എന്ന രാഷ്ട്രീയ പാർട്ടി. 2ാം ലോകമഹായുദ്ധകാലത്ത് 60 ലക്ഷത്തോളം യഹൂദന്മാരെ നാസികൾ കൊന്നൊടുക്കി. ഇതേ തുടർന്ന് നാസികളെ ശത്രുക്കളായിട്ടാണ് ഈ അടുത്ത കാലം വരെ യഹൂദന്മാർ കണ്ടിരുന്നത്. നാസി ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ക്ഷണിച്ചത് ജെറൂസലേമിൽ വലിയ വിവാദമായി. പഴയ ശത്രുത സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിന് തടസ്സമാകരുത് എന്നു പറഞ്ഞാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. യൂറോപ്പിലെ രാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാനാണ് ഇസ്രായേൽ പഴയ നാസി വിരോധം ഉപേക്ഷിക്കുന്നത്. യൂറോപ്പിലെ ഒട്ടുമിക്ക വലതുപക്ഷ പ്രസ്ഥാനങ്ങളും മുസ്ലിം വിരോധികളാണ്. ഈ മുസ്ലിം വിരോധമാണ് ഇസ്രായേലിനെ വലതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി അടുപ്പിക്കുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.